കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ SFI സംഘപരിവാർ ബന്ധം ആരോപിച്ചാണ് പത്മശ്രീ ബാലൻ പുതേരി ഉൾപ്പെടെയുള്ള 8 അംഗങ്ങളെ തടഞ്ഞത്. പോലീസും SFIയും ഒത്തുകളിച്ചു എന്ന് സെനറ്റ് അംഗങ്ങൾ ആരോപിച്ചു. സർവകലാശാലയിലെ സംഭവങ്ങൾ ഗവർണറുടെ അഭിഭാഷകൻ നാളെ ഹൈക്കോടതിയെ അറിയിക്കും. സെനറ്റ് യോഗം ആരംഭിക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപ് തന്നെ സെനറ്റ് ഹൗസിന്റെ ഇരു കവാടങ്ങളും SFI പ്രവർത്തകർ ഉപരോധിച്ചു തുടങ്ങി. സെനറ്റ് ഹൗസിന്റെ ഗേറ്റ് അടച്ച SFI നേതാക്കൾ LDFിലെയും UDFിലെയും സെനറ്റ് അംഗങ്ങളെ കടത്തിവിട്ടു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 8 അംഗങ്ങളെയും തടഞ്ഞു. കോൺഗ്രസുകാരും MSFകാരൊക്കെ വേറെ ഉണ്ട്, അവരെ തടയാൻ തീരുമാനിക്കുന്നില്ല. സംഘപരിവാർ പ്രതിനിധികളായ ആളുകൾ നിർബന്ധമായി തടയും. അവർ പറഞ്ഞ് മാറി നിൽക്കട സംഘി എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ രൂക്ഷമായിട്ട് നിങ്ങൾ RSSകാർ ഇതിനകത്ത് കടക്കാൻ സമ്മതിക്കില്ല, ചാൻസലർ നോമിനേറ്റ് ചെയ്ത ഒരാളെ പോലും ഇതിനകത്ത് കടത്തില്ല എന്നുള്ള ബാലിശമായിട്ടുള്ള നിലപാടാണ് SFI പോലുള്ള പ്രസ്ഥാനം സ്വീകരിച്ചത്. 10 മണിക്ക് സെനറ്റ് യോഗം തുടങ്ങിയതോടെ പോലീസ് നടപടി ആരംഭിച്ചു. ഒന്നുകിൽ അറസ്റ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിലും തീരുമാനിച്ചോ. 8 സെനറ്റ് അംഗങ്ങളും കസേരയിട്ട് റോഡരികിൽ കാത്തിരുന്നു. 10:30ആയിട്ടും പോലീസ് നടപടി അവസാനിച്ചില്ല. ഇതിനിടെ സെനറ്റ് യോഗം അവസാനിച്ചു. പോലീസും SFIയും തമ്മിലുള്ള ഒരു നാടകമാണ് ഈ പോലീസ് നടപടി. ഈ കാര്യത്തിൽ വൈസ് ചാൻസലർ ഞങ്ങളെ വിളിച്ച് അദ്ദേഹം ഈ കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രവേശനം നിഷേധിക്കപ്പെട്ട അംഗങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകി. ഇക്കാര്യം നാളെ ഹൈക്കോടതിയിൽ ചാൻസലറുടെ അഭിഭാഷകൻ അറിയിക്കും. VCയുടെ നടപടിയിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. VCക്കെതിരെ വിദഗ്ധ നിയമോപദേശവും തേടി. എന്നാൽ പ്രതിഷേധ പ്രശ്നം അറിഞ്ഞ ഉടനെ പോലീസിൽ അറിയിച്ചിരുന്നുവെന്ന് കാലിക്കറ്റ് VC പറഞ്ഞു. പോലീസിൽ അറിയിച്ചിരുന്നു, അടുത്ത തവണ നേരത്തെ നോക്കാം. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസയ്ക്കും ഉണ്ണി തൂവൂരിനുമൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.